താരനും മുടികൊഴിച്ചിലും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വെളുത്ത മുടി കറുപ്പിക്കാനും ഇത് നന്നായി ഉപകാരപ്പെടും. അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ല ഔഷധക്കൂട്ട് നമുക്ക് ഇന്ന് വീട്ടിൽ തയ്യാറാക്കാം. അതിനു വേണ്ടി നമുക്ക് മുരിങ്ങയില വേണം. മുരിങ്ങയില പഴുത്തത് നമുക്ക് വേണ്ട, അതിൻ്റെ കമ്പും വേണ്ട, ഇല മാത്രമേ വേണ്ടൂ. ഇതുപോലെ നല്ല വൃത്തിയാക്കിയ ഇലയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പുഴുക്കള ശല്യം നന്നായിട്ടുണ്ട്, അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പോൾ ചെമ്പരത്തി പൂവാണ് നമുക്ക് പിന്നെ വേണ്ടത്. അതിൻ്റെ മൊട്ടുകളും നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയിലും ഇപ്പോൾ പുഴുക്കള ശല്യം നന്നായിട്ടുണ്ട്. അപ്പോൾ പുഴുക്കൾ ഇല്ലാതെ ഇതിൻ്റെ തണ്ട് നമുക്ക് വേണ്ട, ഈ കമ്പില്ലാതെ ഇതിൻ്റെ ഇല മാത്രമേ നമുക്ക് വേണ്ടൂ. അതുകൊണ്ട് ഇല മാത്രം പുഴുക്കളില്ലാതെ നല്ല ഇലകൾ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. പിന്നെ വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. മൈലാഞ്ചി ഇലയും കമ്പ് വേണ്ട, കമ്പുകളെല്ലാം എടുക്കാതെ അതിൻ്റെ ഇലകൾ മാത്രമേ നമുക്ക് വേണ്ടൂ. നന്നായി കറുപ്പടിച്ച് കുത്തു വീണ ഇലകളും വേണ്ട, നല്ല ഇലകൾ നോക്കി പുഴുക്കളില്ലാത്ത നല്ല ഇലകൾ നോക്കി എടുക്കണം. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഈ ഇലകളെല്ലാം ഒരു നല്ല ഉണങ്ങിയ തുണിയിലിട്ട് നന്നായി അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് കട്ടൻ ചായയാണ്. കട്ടൻ ചായ ഞാൻ 1/2 ഗ്ലാസ് കട്ടൻ ചായയാണ് എടുത്തിട്ടുള്ളത്. നല്ല കടുപ്പമുള്ള കട്ടൻ ചായ തന്നെ ആയിക്കോട്ടെ, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതാവാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില, മുരിങ്ങയില, മൈലാഞ്ചി, ചെമ്പരത്തിപ്പൂ ഇതൊക്കെ ജാറിലിട്ട് കട്ടൻ ചായ ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നു. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കാം. നന്നായി ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് തലയിൽ എല്ലാ ദിവസവും കുറേ ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ആക്കിയ അന്ന് തന്നെ ഇത് തെച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഒരു ദിവസം എത്ര വെളിച്ചെണ്ണ വേണം അത് മാത്രമേ നമുക്ക് എടുക്കണ്ടൂ. ആവശ്യത്തിന് വെളിച്ചെണ്ണ മാത്രമേ എടുക്കണ്ടൂ. പാട് മുടിയുള്ളവരും കുറച്ച് മുടിയുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവരെ തലയിൽ മുടി അനുസരിച്ച് വേണം വെളിച്ചെണ്ണ എടുക്കാൻ. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആക്കി വെച്ച് പേസ്റ്റ്, കറിവേപ്പില, മൈലാഞ്ചി, ചെമ്പരത്തിപ്പൂ, മുരിങ്ങയില ഇതൊക്കെ കൊണ്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്നു. ആ പേസ്റ്റൊക്കെ ഈ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇതുപോലെ ഇളക്കിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ വെള്ളം തെച്ചു നന്നായി വറ്റിയെടുക്കുന്നവർ ഇങ്ങനെ ഉറച്ച കൂട്ട് പോലെ വരും. അതുവരെ നമ്മൾ നന്നായിട്ട് അടിക്ക് പിടിക്കാതെ ഇതുപോലെ ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞ് തണിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം നന്നായി തണിഞ്ഞ് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തണിഞ്ഞതിന് ശേഷമേ പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് നന്നായിട്ട് അത് തലയിലേക്ക് പുരട്ടി കൊടുക്കാം. നന്നായി മുടിക്ക് മാത്രമല്ല തലയിലോട്ടിയിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ തലക്ക് നല്ല സുഖമാണ്. മുടി നന്നായിട്ട് വളരും, താരൻ ഉണ്ടാവില്ല, മുടി കൊഴിച്ചിലുണ്ടാവില്ല. നന്നായിട്ട് നല്ല വെളുത്ത മുടിയല്ല, നമുക്ക് അകാല നര പോലെ അവിടെ ഇവിടെയൊക്കെ വെളുത്ത മുടി കറക്കും. അതും നന്നായിട്ട് കറുപ്പിടിക്കും. നല്ല വെളുത്ത മുടി കറുത്ത് വരില്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ള അകാല നര പോലെയുള്ള വെളുത്ത മുടി കറുത്തിട്ട് കിട്ടും നമുക്ക്. ഇത് നല്ല ഔഷധ ഗുണമാണ്. ഇതിലൊരു ദോഷങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നില്ല. നമുക്കെല്ലാം കറിവേപ്പില നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ചെമ്പരത്തിപ്പൂ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മൈലാഞ്ചി നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണ്. മുരിങ്ങയില നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന, വെളിച്ചെണ്ണ നമ്മുടെ